ഞാനിപ്പോൾ നന്നായിട്ട് ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇനിഷ്യൽ പവർ. മറ്റൊരു സ്കൂട്ടിയിൽ ഇത്രയും ഒരു ഇനിഷ്യൽ പവറൊന്നും കിട്ടില്ല കേട്ടോ. ഹേയ് യൂട്യൂബ്, എന്തൊക്കെയുണ്ട്? രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ഒരു സ്കൂട്ടിയുടെ റിവ്യൂ ചെയ്യാനായിട്ട്. കൂടെ ഫ്രണ്ട്സും ഉണ്ട്, അവർ പുറയുന്ന വരുവാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഇവനാണ്. നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റിലെ ഡ്യൂക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഡാഷ്ബോർഡ് കാണുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, ഒരു റൈഡറിന് അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഏപ്രിലിയുടെ SR150 സ്കൂട്ടറിലെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പവർഫുൾ ആണ് കേട്ടോ, പവർഫുൾ മെഷീനാണ്. അപ്പോൾ ഇന്ന് ഈ സ്കൂട്ടറാണ് ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഈ വീഡിയോ കുറച്ച് എന്താ പറയുക ലാഗായിട്ടുണ്ട്. അതിനുള്ള റീസൺ ഉണ്ട്, കറക്റ്റ് ഒരു റീസൺ ഉണ്ട്. അതാണ് ലാഗായിപ്പോയത്. അപ്പോൾ ആ റീസണും ഞാൻ പറയാം. എന്താ പറയുക എത്തിക്കോട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പവർ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എത്രത്തോളം പവർ ഉണ്ടെന്ന്. ഇപ്പം നിർത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ട് ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇനിഷ്യൽ പവർ. മറ്റൊരു സ്കൂട്ടിയിൽ ഇത്രയും ഒരു ഇനിഷ്യൽ പവറൊന്നും കിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, കയറുന്ന കണ്ടില്ലേ? സുഖമായിട്ട് 60, 70, 80 ഒക്കെ സുഖമായിട്ട് കയറും. നമുക്കത് ഇവിടെ നിന്നാണ് ടേൺ ചെയ്യേണ്ടതാണ്, ഇവിടെ സ്ലോ ചെയ്തത്. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും അത്യാവശ്യം കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം വേണമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. പിന്നെ വലിയ ടയർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 40-ൽ പോയി കഴിഞ്ഞാലും ഒരു 60-ലൊക്കെ പോകുന്ന ഫീലാണ് നമുക്ക് കാണാൻ കഴിയും. ബാക്കിയുള്ള സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല വൈഡായിട്ടുള്ള ഹൈറ്റുള്ള ടയേഴ്സാണ്. സത്യം പറഞ്ഞാൽ ഓടിക്കുമ്പോൾ ഒരു നല്ല വിസിബിലിറ്റിയാണ്, ഒരു ആനപ്പുറത്തൊക്കെ ഇരുന്ന് പോകുന്നൊരു ഫീലാണ്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ പുറകിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞതൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു 3-4 മാസമായിട്ടത് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പോസിറ്റീവ് സൈഡുകളുണ്ട്, എന്നാൽ പോസിറ്റീവിനേക്കാൾ കൂടുതൽ ഇതിൽ നെഗറ്റീവ്സും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. എൻജിൻ സൈഡൊക്കെ ഓക്കെയാണ്, പവർഫുള്ളാണ്. ഞാൻ പറഞ്ഞു പവർഫുള്ളാണ്, നല്ല പെർഫോമൻസാണ്, എല്ലാമാണ്. പക്ഷേ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോശപ്പെട്ട റോഡിൽ കൂടെ പോകുമ്പോഴോ ഒട്ടും തന്നെ കംഫർട്ടില്ല. ഒട്ടുമില്ലെന്ന് വെച്ചാൽ ഒട്ടുമില്ല. നല്ല സ്റ്റിഫാണ് ഇതിൻ്റെ സസ്പെൻഷൻ. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി സീനാവും. കൈയൊക്കെ നല്ല വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈവേയിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാം. കാരണം എനിക്ക് ആ ഹാൻഡിലിൽ ഇത്ര ഞാൻ ഗ്ലൗവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പോലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വൈബ്രേഷൻ. കാരണം ആ ഗ്ലാസ് നോക്കി അറിയാൻ കഴിയും, നന്നായിട്ട് ഗ്ലാസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും നമുക്ക് വിറച്ചിട്ടാണ് പോകുന്നത്. ബാക്കി ഇപ്പോൾ ഉള്ള സ്കൂട്ടർ സെഗ്മെൻ്റൊക്കെ ഓടിക്കുമ്പോഴും എനിക്ക് ഇത്രയും വൈബ്രേഷൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കൈ കൊടുത്താൽ സുഖമായിട്ട് കയറിപ്പോവും. സുഖമായിട്ട് 80-ഒക്കെ പുഷ്പം പോലെ കയറിപ്പോവും. കോർണേഴ്സൊക്കെ നമുക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ആണ്, കാരണം വൈഡായിട്ടുള്ള ടയേഴ്സ് ആയതുകൊണ്ട്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറന്നു. പിന്നെ എൻജിൻ്റെ സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഒരു എന്താ പറയുക, നമ്മൾ കരുതി എന്തെങ്കിലും എന്തോ വൈബ്രേഷൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് എൻജിൻ്റെ സൗണ്ടാണ്. അത് എനിക്കൊരു ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. പിന്നെ ഇത്രയും ഹെവി എൻജിൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു സൗണ്ട് വരുന്നത്. ഇതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അതല്ല അത് നമ്മൾ അടുത്ത ആഴ്ച റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു വീഡിയോ ലാഗ് ആയതിൻ്റെ റീസൺ ഞാൻ പറയാൻ തുടങ്ങും. വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. നമ്മുടെ ഈ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ വണ്ടി ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. ഒന്ന് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ
അതിൻ്റെ സ്പെയർ കെട്ടി ശരിയാക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇരുന്നിരുന്നത്. പക്ഷേ അതിൻ്റെ സ്പെയർസൊക്കെ ഒരുപാട് ഡിലേ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് ഡിലേ ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ പിന്നെ ഈ ഒരു വണ്ടി ഇതേ കണ്ടീഷൻ തന്നെ എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്, പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പെയിൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും സ്പെയർ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഒരു ആക്സിഡൻറ്റ് ആയ ഈ ഒരു ഏപ്രിലിൽ വെച്ച് തന്നെ ചെയ്യാം. കാരണം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഫോൾട്ടുകൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വണ്ടി ചെയ്യുന്നത്. പിന്നെ വീണത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രാച്ച് വന്നതുകൊണ്ടോ ഇതിന് ബിൽഡ് ക്വാളിറ്റി ഒന്നും ഇല്ലയെന്ന് വിചാരിക്കരുത് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആ വീഴ്ച എന്ന് പറയുന്നത് നല്ല വീഴ്ചയായിരുന്നു. ആ വീഴ്ചയിൽ ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ബിൽഡ് ക്വാളിറ്റി. കാരണം ഇതിൻ്റെ നമ്മുടെ ഫൈബർ പാർട്ടാണ്. ബാക്കി ഉള്ള സ്കൂട്ടറിലൊന്നും ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പോർഷനിൽ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ആ സ്ക്രാച്ച് നമുക്ക് വേണേൽ വരുന്നതൊക്കെ ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ മറിഞ്ഞ് വീണാലും ഈ ബാക്ക് പോർഷനിൽ സ്ക്രാച്ചൊന്നും കാര്യങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ ഒരു ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇതിൽ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ അപ്പിയറൻസ് ഒക്കെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ക്രാഷ് ഗാർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്രാഷ് ഗാർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോർഷൻസൊക്കെ സേവ് ചെയ്യാൻ പറ്റും. നല്ല ഹെവിനെസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ബാക്കിൽ നല്ല വെയിറ്റുള്ള ഒരു വണ്ടിയാണ് എപ്രിലിയ. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, ഈ ലിവർ വീഴ്ചയിൽ സംഭവിച്ചാണ് ഈ ലിവർ ബെൻഡായി. അപ്പോൾ സാധാരണ നോർമൽ വീഴ്ചയിലല്ല നമുക്ക് പ്രൈമറിലി വരുന്നത് നമ്മുടെ ബ്രേക്കിൻ്റെ ലിവർ ബെൻഡാവും. പിന്നെ ഇത് മാറ്റാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഷോറൂമിൽ 3-4 ഷോറൂമുകളിൽ ചോദിച്ചിട്ട് പോലും ഇത് അവൈലബിൾ അല്ല. കാരണം അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ABS വെർഷനാണ്, സിംഗിൾ ചാനൽ ABS ആണ്. അപ്പോൾ ABS വെർഷനിൽ നമ്മുടെ ലിവർ മാത്രമായിട്ട് കിട്ടില്ല, ഇതിൻ്റെ MC കിറ്റ്, അതായത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവെയർ അടക്കം മാത്രമേ കിട്ടുകയുള്ളൂ. അത് ഫുൾ ഒരു അസംബ്ലി ആയിട്ടാണ് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം ഓർഡർ ചെയ്താൽ പോലെ 1-2 മാസം വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പോൾ എക്സാക്റ്റ് എത്രയാണ് വിലയെന്ന് അവർ ഇതുവരെയും പറയുന്നില്ല. കാരണം ഇതിപ്പോൾ ഒരു ന്യൂ ലോഞ്ചിങ് ആയതുകൊണ്ട് അവർക്ക് എക്സാക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സ്പെയറിൻ്റെ അവൈലബിലിറ്റി ഇച്ചിരി സീനാണ്. കാരണം കിട്ടാനൊക്കെ ഇത്തിരി ഷോർട്ടേജ് ഉണ്ട്. അടുത്തത് നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ടയറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല വലിപ്പമുള്ള ടയറാണ്. അതെ കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള ടയർ തന്നെയാണ്. മറ്റുള്ള സ്കൂട്ടികളെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു വിട്ടുള്ള ഹൈറ്റുള്ള ടയർ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു 60 പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 80-100 പോകുന്നൊരു ഫീൽ ഉണ്ടാവും. പിന്നെ ഇത് സിംഗിൾ ചാനൽ ABS ആണ്, ഡ്യുവൽ ചാനലല്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടില്ല, എൻ്റെ സെൻസർ കണ്ടില്ല. സിംഗിൾ ചാനലാണ്. ഫ്രണ്ട് ടയർ സ്കിഡ് ആവില്ല, പക്ഷേ റിയർ ടയർ സ്കിഡിങ് ടെൻഡൻസി ഉണ്ട്. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ വ്യൂ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. മറ്റുള്ള സ്കൂട്ടികളിൽ നിന്നും വളരെയധികം ഒതുങ്ങിയിരിക്കുന്നൊരു ഷേപ്പാണ്. ആ ഒരു വിൻബ്ലാസ്റ്റൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഏപ്രിലിൽ അത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ലൊരു സ്പോട്ടി ലുക്കാണ്, നല്ലൊരു നേക്കഡ് ലുക്കാണ്. ഒരു ബൈക്കിൻ്റെ ഒരു ഫീല് തരുന്നുണ്ട്. ഇനി കുറച്ച് മേജർ നെഗറ്റീവ്സ് എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സ്റ്റിഫാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നീഷനൊക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അതായത് ലൈറ്റൊക്കെ കുറവുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഓൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ക്ലസ്റ്റർ ബേസ് പറയുമ്പോൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണിത്. ഏകദേശം 1 ലക്ഷത്തിന് പുറത്ത് വില വരുന്ന സ്കൂട്ടറിൽ ക്ലസ്റ്റർ ബേസിൽ അവർ വലിയ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആകെയുള്ളൊരു ABS ഇൻഡിക്കേഷൻ മാത്രമാണ്. ഒരു ബ്ലൂടൂത്ത് കണക്ഷനോ അല്ലെങ്കിൽ നാവിഗേഷനോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അനലോഗ് ടൈപ്പും ഡിജിറ്റൽ ടൈപ്പുമാണ്, അത് മാത്രമാണ് പറയേണ്ടത്. അതും ഫുള്ളി ഡിജിറ്റൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ അടുത്തത് പറയേണ്ടത് മിററിൻ്റെ വിസിബിലിറ്റി. അപ്പോൾ മിററിൻ്റെ വിസിബിലിറ്റി നോക്കി നമ്മളിപ്പോൾ ത്രോട്ടിൽ പിടിച്ചാൽ പോലും ഏകദേശം ഒരു 50% തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ വ്യൂ വരുന്നുണ്ട്. പിന്നെ ആകെയുള്ളൊരു 50% അല്ലെങ്കിൽ 40% മാത്രമാണ് വ്യൂ കിട്ടുന്നത്. അപ്പോൾ വ്യൂ വളരെയധികം കുറവാണ്. അതിപ്പോൾ 2 സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി പോകുന്നുണ്ട്. അടുത്തത് ഇതിൻ്റെ ഹെഡ് ലാമ്പിനെ പറ്റി പറയുമ്പോൾ വിസിബിലിറ്റി തീരെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് ഹാലജൻ ടൈപ്പാണ്. ഒരു LED പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂടിയേനെ. ഇതിനെ സംബന്ധിച്ച് ഒട്ടും തന്നെ വിസിബിലിറ്റി ഇല്ല എന്ന് വേണം പറയാം. നൈറ്റിലൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റൊക്കെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ബ്രൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിനെ ഒന്നും കാണാൻ പറ്റില്ല. വളരെയധികം ശോകമായിരിക്കും. എപ്പോൾ കുഴിയിൽ വീണു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ലൈറ്റ് വളരെയധികം
പൂർ കണ്ടീഷനിലാണ് എപ്രിലിയ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്രിലിയെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ടുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസായിട്ട് അറിയിക്കുക. എന്നാൽ മാത്രമേ എപ്പോഴും പറയാറുള്ളത് പോലെ എന്നാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ we are signing off. Ride safe and bye bye. I'm a rider, provider, bring the heat, girl, I will bring the fire.